ഹലോ, വെൽക്കം ടു ആർഗി സ്റ്റോറീസ്. കഴിഞ്ഞ ദിവസം പോണ്ടിച്ചേരിയുടെ രാത്രി കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഏറെ വൈകിട്ടാണ് ഞങ്ങൾ റൂമിലെത്തിയത്. രാവിലെ നേരത്തെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി റൂമത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മെല്ലെ ബാഗ് പാക്ക് ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ഔറോ വില്ല എന്നാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, പലരും കേൾക്കാത്തവരുണ്ടാവും. നമുക്ക് ഇന്നത്തെ വീഡിയോ കൂടെ ഔറോ വില്ലയിലെ കാഴ്ചകൾ പരിചയപ്പെടും. രാത്രി കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ടും രാവിലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ടും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഓർഗാനിക് ഫുഡ് എവിടെ കിട്ടും എന്ന് തപ്പിയപ്പോഴാണ് ഔറോവില്ലിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് കണ്ടത്. പിന്നെ അത് തപ്പിയിട്ടായി രാവിലെ തോട്ടം. ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ രാവിലെ പശുക്കളെയൊക്കെ മേയ്ക്കാൻ പോകുന്ന ഒരുപാട് ആൾക്കാരൊക്കെ റോഡ് സൈഡിൽ കാണാമായിരുന്നു. ഈ ഹോട്ടലിലേക്ക് നമ്മളെ വെൽക്കം ചെയ്തത് തന്നെ ഇവിടുത്തെ 2 പെറ്റ്സ് ആണ്. ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ കുറച്ചെന്ത് മേടിച്ചെങ്കിലും പിന്നെ അവർ നല്ല ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് നിന്നു. ഞങ്ങൾ തുടക്കത്തിൽ 2-3 വട്ടം ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് എന്നൊക്കെ വിളിച്ചിരുന്ന ഈ ഒരു സ്ഥലത്തിന് ശരിക്കും അവർ പേരിട്ട് വിളിക്കുന്നത് ഒരു ഫാം കിച്ചൺ എന്നാണ്. ശരിയാണ്, ഒരു വീടിൻ്റെ ഒരു പുറകുവശത്ത് കുറച്ചധികം സ്പേസ് ഒരു റെസ്റ്റോറൻറ്റ് പോലെ അവർ മേക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ തന്നെ നട്ട് വളർത്തിയിട്ടുള്ള ഒരുപാട് പച്ചക്കറികൾ, പഴങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കറികളും മറ്റു സാധനങ്ങളുമാണ് അവിടെ അവർ സെല്ല് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഒരു സ്പേസ് തപ്പിയിട്ട് കുറച്ചധികം ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യേയില്ല. കാരണം നമ്മുടെയൊക്കെ ഒരു ബന്ധു വീട്ടിൽ കയറി ചെന്ന പോലെ, ഒരു വീട്ടിൽ കയറി ചെന്ന പോലെ ഒരു ഫീലാണ്. ഗേറ്റ് തുറന്ന് നേരെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഫീല്. അവിടുത്തെ ഫുഡാണെങ്കിലും പക്ക ഒരു വീട്ടിലുണ്ടാക്കുന്ന ഒതന്റിക് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫുഡും. ഈ ടേബിളിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവരെ ഫാം ഹൗസിൽ തന്നെ ഉണ്ടാക്കിയതാണ്. കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഫാമും കൂടെ ഒന്ന് ചുറ്റി കാണാറുന്നല്ലേ. ഇതിനൊക്കെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്തായാലും അവിടുത്തെ അക്കേനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അക്ക അത്ര അടിപൊളിയായിരുന്നു. നമ്മൾ കേരളത്തിൽ നിന്ന് വന്നതാണ് എന്നുള്ളൊരു ഫീല് പോലും അക്കയുടെ അടുത്ത് പോയപ്പോൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു നേരം അക്കയോട് സംസാരിച്ച് പേയ്മെന്റ് ഒക്കെ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്നത് ഔറോവില്ലയുടെ സെന്റർ ആയിട്ടുള്ള മാത്രി മന്ദിറിന്റെ ഭാഗത്തേക്കാണ്. അവിടെ ഉള്ളിൽ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി കാണാമെന്ന പ്ലാനിലേക്കാണ് ഞങ്ങൾ പോയത്. പക്ഷേ മാത്രി മന്ദിറിന്റെ ഉള്ളിൽ കാണണമെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കണ്ട ആ കടയിലാണ് കയറിയത്. കടയല്ല, ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ഉണ്ട്. പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നില്ല. റെസ്റ്റോറൻറ്റ് പേര് അക്ഷയ സസ്റ്റെയിൻ ഫാം എന്നാണ്. അതൊരു ഫാം ഹൗസ് ആണ് സത്യത്തിൽ. അവിടെ തന്നെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് വെച്ച് കുക്ക് ചെയ്യുന്നൊരു ഭയങ്കര ഹോംലി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്ന ഒരു സെന്ററാണ്. നമുക്ക് പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ അത് റെസ്റ്റോറൻ്റ് ആണെന്ന് നമുക്ക് തോന്നില്ല. ഉള്ളിൽ കയറുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന റെസ്റ്റോറൻ്റ് ആണ്. അവിടെ ചെറിയ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. നമ്മളവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഉപദ്രവിക്കൊന്നുമില്ല, സംഭവം കൊള്ളാം. അതിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ആംബിയൻസ് ആണ്. ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ ശരിക്കും വീട്ടിലേക്ക് കയറി പോകുന്ന തന്നെ തോന്നുന്നത്. പക്ഷെ ഉള്ളിലെത്തുമ്പോഴാണ് റെസ്റ്റോറൻറ്റ് കാരണം ഫീലിങ്ങളൊക്കെ ഉള്ളത്. നമ്മളെ ബോർഡ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം മൊത്തത്തിൽ നോക്കുമ്പോൾ കുറേ ഗേറ്റുകൾ മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ റെസ്റ്റോറൻ്റ് ആണെന്നുള്ളൊരു ഫീലൊന്നും പുറത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല നൈസായിട്ടുള്ള ഫുഡ്. നമ്മളെ ഇഡ്ഡലി, മസാല ദോശ സൂപ്പറായിരുന്നു. ഇഡ്ഡലി അടിപൊളിയായിരുന്നു, വട അടിപൊളിയായിരുന്നു, മസാല ദോശയും നല്ലതായിരുന്നു. റെസ്റ്റോറൻറ്റ് ഫീലുള്ള മസാല ദോശ അല്ലെങ്കിൽ കൂടി നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ മസാല ദോശ. അവിടുത്തെ ചേച്ചിയും നമ്മൾ സംസാരിച്ചു. ഷക്കീല എന്ന് പറ്റിയ പേര് പറഞ്ഞത്. പിന്നെ അവർ നമ്മളോട് ഇംഗ്ലീഷിൽ സംസാരിക്കും, നമ്മളെ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് എന്താണെന്ന് അറിയില്ല. നമ്മൾ ബോർഡർ കയറി കഴിഞ്ഞാൽ പിന്നെ തമിഴേ വാരി വരുന്നുള്ളൂ. ചേച്ചി ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ നമ്മൾ തമിഴിൽ വർത്താനം പറഞ്ഞാൽ. അപ്പോൾ വയനാട് ഫ്ലഡിനെ കുറിച്ചൊക്കെ വയനാട്ടിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലഡിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. വയനാട്ടിലെ എന്തോ നമ്മള് എവിടെയാ, എത്ര കിലോമീറ്റർ ആനിവേഴ്സറി വിഷസ് തന്നു. നമ്മള് കപ്പിൾസ് ആണെന്ന് മനസ്സിലായില്ല ആദ്യം. നമ്മള് പിന്നെ ആനിവേഴ്സറി ആണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ കപ്പിൾസ് ആണോ എന്ന് ചോദിച്ചത്. അതെ. അപ്പോൾ അവരുടെ ഒരു കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔറോവില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു വേൾഡാണ് ഔറോവില്ല. അപ്പോൾ ഈ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഗൂഗിൾ പേ പേയ്മെന്റ് ചെയ്യുമ്പോൾ ആ QR സ്കാൻ ആവുന്നത് ഔറോവില്ലയുടെ മൊത്തത്തിലുള്ള സെൻറ്ററിലേക്കാണ് പോകുന്നത്, പേയ്മെൻറ്റ് പോകുന്നത്. അതായത് പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ റെസ്റ്റോറൻറ്റും കാര്യങ്ങൾക്കൊക്കെ ഔറോവില്ലയ്ക്കുള്ളൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിലൊരു നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കുന്നതും ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന മണിയൊക്കെ ഈ ഒരു ലിവിങ് കൾച്ചറിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ പോലെയാണ് അവർ എടുക്കുന്നത്. അവർക്ക് അതിൽ നിന്നുള്ള ചെറിയ ബെനിഫിറ്റ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഔറോവില്ലയ്ക്കുള്ള കോൺട്രിബ്യൂഷൻ ആയിട്ടാണ്.
നമ്മൾ കണ്ട പ്രോപ്പർട്ടി ഔറോവില്ലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അവിടെ ഈ പറയുന്ന നമ്മുടെ റെസ്റ്റോറൻറ്റ് കണ്ട അവർ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു ഏരിയ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരൊരു റെസ്റ്റോറൻറ്റാക്കി മാറ്റിയെടുത്തതാണ്. മൊത്തം പ്രോപ്പർട്ടി ഔറോവില്ലിൻ്റെതാണ്. നമ്മളിപ്പോൾ ഔറോവില്ലയുടെ വിസിറ്റേഴ്സ് സെൻറ്ററിലാണുള്ളത്. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നമ്മളിപ്പം ഉള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്, ഞങ്ങളത് നോട്ടീസ് ചെയ്യാൻ വിട്ടുപോയി. ഔറോവില്ലയുടെ മാത്രി മന്ദിർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതായത് നമുക്ക് പിന്നെ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ഗോൾഡൻ ഗ്ലോബ് കാര്യങ്ങൾ നമ്മൾ പോണ്ടിച്ചേരിയിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഫസ്റ്റ് കാണുന്നതാണ്. മാത്രി മന്ദിറിൻ്റെ ഉള്ളിൽ പോവാം. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ പറയുന്ന പോലെ യോഗ അല്ലെങ്കിൽ പിന്നെ ഹീലിംഗ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. നമുക്കിപ്പം എന്ത് ചെയ്യാം, പുറത്ത് പോയിട്ട് കുറച്ച് ദൂരെ നിന്ന് ആ ഒരു ഗോൾഡൻ ഗ്ലോബ് കണ്ടിട്ട് വരാൻ പറ്റും. ഉള്ളിൽ പോകണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. ഇത് ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രി മന്ദിറിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുക. ഞാനിവിടെ ഇങ്ങോട്ടൊരു വഴി കണ്ടപ്പോൾ വെറുതെ ക്യൂരിയോസിറ്റിക്ക് പുറത്ത് ഇങ്ങനെ നടന്നു നോക്കിയതാ. ആ അറ്റത്തെത്തുമ്പോഴേക്ക് കുറേ വഴികളായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, കടേൻ്റെ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ടു കേട്ടോ, അടിപൊളിയൊരു പോണ്ട്, കുഞ്ഞിത്. ഇവിടെ കുറേ വെള്ള ആമ്പലുകൾ. അവിടെ വെറുതെ നിന്ന് തിരിഞ്ഞു കളിച്ചപ്പോൾ കണ്ടതാ. നമ്മൾ ഈ കയറി ചെല്ലുമ്പോൾ കാണുന്ന ബോർഡുകൾ ഔറോവില്ലയുടെ 50-ാം വാർഷികത്തിനനുബന്ധിച്ചിട്ട് അവിടെ സ്ഥാപിച്ച ബോർഡുകളാണ്. അതായത് 2018 50-ാം വാർഷികം ഔറോവില്ലെ ആഘോഷിക്കുന്നത്. 1968 ഔറോവില്ലെ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ അവിടെ സ്ഥാപിതമാവുന്നത്. ജാതി, മതം, പണം എന്നീ 3 കാര്യങ്ങൾക്ക് കാര്യമായിട്ടുള്ള പ്രാധാന്യങ്ങളൊന്നും കൊടുക്കാതെയുള്ള ഒരു എക്സ്പെരിമെൻ്റൽ ടൗൺഷിപ്പാണ് ഔറോവില്ലെ. 1968 ഏതാണ്ട് 124ഓളം ലോകരാജ്യങ്ങൾ പങ്കെടുത്തിട്ടുള്ള വലിയ ആഘോഷമായിട്ടാണ് ഔറോവില്ലെ എന്ന ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഇനാഗുറേഷൻ നടന്നത്. 1930 കാലഘട്ടത്തിലാണ് ഇത്തരമൊരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രഞ്ചുകാരിയായിട്ടുള്ള മിറ അൽഫാസ എന്നറിയപ്പെടുന്ന ഒരു വനിതയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായിരുന്ന, പിന്നീട് സ്പിരിച്വാലിറ്റിയുടെ പാത പിന്തുടർന്ന ശ്രീ ഔറോബിന്ദോയുടെ ആശയങ്ങളെ പിന്തുടർന്നാണ് പിന്നീട് മദർ എന്നറിയപ്പെട്ട ഈ ഫ്രഞ്ച് വനിത ഔറോവില്ലെ എന്ന ഈ ഒരു കൺസെപ്റ്റിന് രൂപം നൽകുന്നത്. പിന്നീട് 1988 രൂപം കൊണ്ട ഔറോവില്ലെ ആക്ട് പ്രകാരം ഇന്ത്യൻ ഗവൺമെന്റിന് കീഴിലുള്ള ഒരു ഗവേണിംഗ് ബോഡിയാണ് ഇന്ന് ഈ പ്രദേശം നിയന്ത്രിക്കുന്നത്. കുറച്ചു ഭാഗം പോണ്ടിച്ചേരിയിലും ബാക്കി ഭാഗം തമിഴ്നാട്ടിലും ഉൾപ്പെടുന്ന ഈ ഒരു പ്രദേശത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 3300ഓളം ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതും പല രാജ്യങ്ങളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നുള്ളവർ. അവരിവിടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് പലതരം ആക്ടിവിറ്റികൾ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. ഇവിടെ ജാതിക്കോ മതത്തിനോ പണത്തിനോ യാതൊരു സ്വാധീനവും കൽപ്പിക്കുന്നില്ല. നമ്മൾ രാവിലെ പോയ റെസ്റ്റോറൻ്റ് ഇല്ലേ, അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനുള്ളിൽ തന്നെ ഒരു ബാങ്കും ഉണ്ട്. ഈ സ്ഥാപനങ്ങളെല്ലാം അവരുടെ വ്യവസായങ്ങൾ നടത്തുന്നതിനൊപ്പം തന്നെ ഔറോവില്ലെ ഫൗണ്ടേഷന് കൂടി വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതായത് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചതിൻ്റെ ലാഭത്തിൽ നിന്നും അവരുടെ ചെലവുകൾ കഴിച്ചുള്ള ബാക്കി എമൗണ്ട് ഔറോവില്ലയുടെ മെയിൻ്റനൻസിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഔറോവില്ലയുടെ വിസിറ്റേഴ്സ് സെൻ്ററാണ്. ഇതിൻ്റെ ഏറ്റവും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള മാത്രി മന്ദിറിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ അവിടേക്കുള്ള പാസ് ലഭിക്കുന്നത് ഈ വിസിറ്റേഴ്സ് സെൻ്ററിൽ നിന്നാണ്. ഇവിടെ എത്തിയാൽ തന്നെ ഔറോവില്ലയുടെ ചരിത്രവും ഹിസ്റ്ററിയും അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലുള്ള ഒരുപാട് ഇമേജസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല മാത്രി മന്ദിറിൻ്റെ ഒരു ചെറിയൊരു മോഡൽ കൂടെ അല്ലെങ്കിൽ ഔറോവില്ലയുടെ ചെറിയൊരു രൂപരേഖ കൂടെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വിസിറ്റേഴ്സ് സെൻറ്റർ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ ഒക്കെ ചെറിയ ചെറിയ സ്റ്റാളുകൾ അവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു എൻഡിലായിട്ട് ഇവരുടെ ഒരു ഓഫീസിൽ നിന്നും നമുക്ക് ഇങ്ങനെ ഒരു പാസ് കിട്ടും. ഇത് ഫ്രീ പാസ്സാണ്, വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെ പോയി രജിസ്റ്റർ ചെയ്ത് ഈ ഒരു പാസ് വാങ്ങിയിട്ട് വേണം നമുക്ക് ഉള്ളോട്ട് പോകാൻ. ബാഗിൽ എവിടെയോ കുട വെച്ചിട്ട് വെയിലത്ത് നടന്നുകൊണ്ടിരിക്കുക. എവിടെയാന്നറിയില്ല. ബാഗിൽ നിന്ന് തപ്പി എടുക്കണമെങ്കിലും കുറച്ച് പാടാ. അതുകൊണ്ട്
എടുക്കാൻ പോയപ്പോൾ കഴുത്തിൽ നൈസായിട്ട് പുഴു കയറി. അതേപറ്റി എനിക്ക് കുറച്ച് കഴിയുമ്പോൾ അറിയണ്ടാവണം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇന്നലെ രാത്രി പോണ്ടിച്ചേരി പോയതിനേക്കാളും ഭയങ്കര പീസ്ഫുൾ ആയുള്ള സ്ഥലമാണ്. വണ്ടികൾ പോകുന്നുണ്ടെങ്കിലും ഒച്ചപ്പാടും ബഹളങ്ങളൊന്നുമില്ല. ഭയങ്കര കിളികളും പക്ഷികളൊക്കെ ഇങ്ങനെ, കിളികളുടെയും പക്ഷികളൊക്കെ സൗണ്ട് അല്ലാതെ വേറെ സൗണ്ടുകളൊന്നുമില്ല. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നെയിം ബോർഡും ഉണ്ട്, കൂടെ സ്റ്റാഫും ഉണ്ട്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഏകദേശം ഇപ്പോൾ 1 കിലോമീറ്റർ ആണെന്നുണ്ടാവും. അതിനിടയ്ക്ക് തന്നെ ഒരു 3 സ്റ്റാഫിനെയും ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വളവോ തിരുവോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് അവർ ഇങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ നമ്മളോട് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു തരും. അവിടെ തന്നെ ബോർഡും ഉണ്ടാവും, പക്ഷേ എന്നാലും ഓരോ സ്റ്റാഫിനെ അവരുടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് വാങ്ങിയ പാസ് വഴിയിലെവിടെ ഇത് വായിച്ചിട്ട് കളയാൻ പാടില്ല. നമ്മൾ കാശൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഒരു നോട്ടീസ് പോലെ ഉണ്ടാവും, ഒരു നോട്ടീസിൻ്റെ വലുപ്പമുണ്ട്. അത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചാലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അതില്ല. എവിടെയെങ്കിലും മിസ്സായി പോയെന്നുണ്ടെങ്കിൽ 1.5 കിലോമീറ്റർ പിന്നോട്ട് നടന്ന് ആ സാധനം മേടിച്ച് തിരിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റൂ. ഞങ്ങൾ ശരിക്കും പുഴ കയറിയ സമയത്ത് ആ പേപ്പർ എവിടെയോ വെച്ചെന്ന് മറന്നുപോയി. എന്നിട്ടൊന്ന് തപ്പിപ്പോൾ ബാഗിലുണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ വെയിൽ കൊണ്ട് നടന്ന് മൊത്തം വെറുതെ ആകുമായിരുന്നു. അപ്പോൾ നമ്മൾ മാത്രി മന്ദിർ കണ്ടിട്ട് വന്നു. ഒരു ഗോൾഡൻ ഗ്ലോബാണ്, അതായത് നമ്മുടെ ഔറോവില്ലയുടെ ഏകദേശം മൊത്തം നമ്മൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു പോയി കഴിഞ്ഞാൽ ഔറോവില്ലയുടെ സെൻട്രലായിട്ടാണ് ആ ഗോൾഡൻ ഗ്ലോബ് കാണുന്നത്. അതായത് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടാണ് ആ ഗോൾഡൻ ഗ്ലോബ് ഉള്ളത്. എന്തൊക്കെയോ ഒരുപാട് കഫേസും പിന്നെ കാണാൻ ഉള്ള കുറേ സാധനങ്ങളും സ്റ്റോഴ്സും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അതിൻ്റെ ചുറ്റും ഒരു ലേക്കൊക്കെ ഉണ്ട്. ഒരു ലേക്കും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ കണ്ടത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുന്ന വഴിക്കാണ് ഈ വലിയ ആൽമരം ഉള്ളത്. ഈ ആൽമരത്തിൽ നിന്ന് ഒരുപാട് ശാഖകൾ പോയി പിന്നെ അത് മരമായിട്ട് മാറിയതാണ് നമ്മൾ ഈ കാണുന്നത്. ഒറ്റൊരു മരത്തിന്റെ മുകളിലാണ് ഇത്രയും മരങ്ങൾ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ശരിക്കും ഒറ്റൊരു മരമേ ഉള്ളൂ, പക്ഷെ അതിന്ന് വേര് വന്നിട്ടാണ് ഇതേപോലെയുള്ള മരങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. അങ്ങോട്ട് നടന്ന ക്ഷീണത്തില് തിരിച്ചു പോകുമ്പോൾ ഇനി എന്തായാലും നടക്കണ്ട, ബസ്സിന് പോവാൻ തീരുമാനിച്ചു. നമുക്കിങ്ങോട്ട് നടന്നു വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സൈക്കിളായിട്ടും സ്കൂട്ടി ആയിട്ടും ബസ്സായിട്ടും അങ്ങനെ ഒരുപാട് സർവീസസ് ഇങ്ങോട്ടുണ്ട്. പക്ഷെ കാഴ്ചകളൊക്കെ കണ്ടു വരണമെങ്കിൽ നമ്മൾ എന്തായാലും നടക്കണമല്ലോ. തിരിച്ച് വിസിറ്റേഴ്സ് സെൻ്ററിലെത്തി ഞങ്ങൾ അവിടുത്തെ ഷോപ്പുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് അവിടുത്തെ ഐറ്റംസ് ഒക്കെ ഒന്നുകിൽ റീസൈക്കിൾ ചെയ്തതോ അല്ലെങ്കിൽ അപ്സൈക്കിൾ ചെയ്തതോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഔറോവില്ലെ സർബത്തും ഒരു മസാല സോഡയാണ് ഓർഡർ ചെയ്തത്. എങ്ങനെയുണ്ട് സർബത്ത്? എങ്ങനെയുണ്ട്? എന്ത് ഫ്ലേവറാന്ന് മനസ്സിലാവണല്ലോ. സംഭവം കൊള്ളാം. അതിവിടെ ഇതിനുള്ളിൽ തന്നെ ആൾക്കാർ ഉണ്ടാക്കുന്നതാണ്. നമ്മളിവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ ഔറോവില്ലെ മെയിൻ്റെനൻസ് ഒരു അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അതായത് ഇവിടെ നമ്മൾ എന്ത് പർച്ചേസ് ചെയ്താലും ഇവിടെ ചിലവാക്കുന്ന എല്ലാ പൈസയും ഈ ഒരു വില്ലേജിൻ്റെ മെയിൻ്റെനൻസും കൂടി ആയിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് പോണ്ടിച്ചേരി ടൗണിലേക്ക് പോകാൻ തോന്നുന്നില്ല. അടിപൊളി സ്ഥലമാണ്. ശരിക്കും പോണ്ടിച്ചേരി അല്ല കാണേണ്ടത്, ഔറോവില്ലാണ് കാണേണ്ടത്. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ബൈ ഫ്രം ആർഗി സ്റ്റോറീസ്.